നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റി ടാഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ജീവിതം മാത്രമല്ല വ്യക്തിജീവിതവും പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പല സെലിബ്രിറ്റികളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവും വ്യക്തിജീവിതം സ്വകാര്യമായി കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ഇതിനാൽ തന്നെ പലപ്പോഴും സ്വകാര്യ ജീവിതം ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാറുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോവുകയാണ് കങ്കണ റണൌത്തും ഹൃത്തിക് റോഷനും. ഇപ്പോൾ CJP പാർട്ടി നേതാക്കളുമായി കൊമ്പുകോർത്തതിനാൽ കങ്കണയുടെ സ്വകാര്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വർഷങ്ങൾക്ക് മുൻപ് കങ്കണയും ഹൃത്തിക്കും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളും നിയമ പോരാട്ടങ്ങളും വീണ്ടും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഹൃത്തിക് റോഷനും കങ്കണ റണൌത്തും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് 2010-ൽ പുറത്തിറങ്ങിയ കൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. തുടർന്ന് 2013-ൽ പുറത്തിറങ്ങിയ ക്രിഷ് 3-ലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ഹൃത്തിക് മുൻ ഭാര്യയായ സൂസൻ ഖാനിൽ നിന്ന് 2013 ഡിസംബറിൽ വേർപിരിഞ്ഞതിന് പിന്നാലെ കങ്കണയുമായി പ്രണയത്തിലായെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഒരു വർഷത്തിലേറെ ഈ പ്രണയ വാർത്തകളെ കുറിച്ച് ഹൃത്തിക്കോ കങ്കണയോ പൊതുവേദികളിൽ സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിരുന്നില്ല. 2016-ന്റെ തുടക്കത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സില്ലി എക്സ് ബോയ്ഫ്രണ്ട് എന്റെ ശ്രദ്ധ നേടുവാൻ ഇത്തരം വിചിത്ര കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് കങ്കണ പറഞ്ഞിരുന്നു. പേരൊന്നും പരാമർശിച്ചില്ലെങ്കിലും അത് ഹൃത്തിക് റോഷനെ ഉദ്ദേശിച്ചാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഹൃത്തിക് കങ്കണയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. പൊതുവേദിയിൽ മാപ്പ് പറയുകയും തന്റെ പരാമർശങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഒപ്പം തങ്ങൾ ഒരിക്കലും പ്രണയത്തിലായിരുന്നില്ലെന്നും ഹൃത്തിക് വ്യക്തമാക്കുന്നുണ്ട്. കങ്കണയുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിനേക്കാൾ പോപ്പുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് എന്നായിരുന്നു നടന്റെ പ്രതികരണം. 2016 ഒക്ടോബറിൽ ഹൃത്തിക് വിശദമായ കുറിപ്പ് പങ്കുവച്ച് കങ്കണയുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു. 2014 ജനുവരിയിൽ താൻ പാരീസിൽ വെച്ച് എൻഗേജ്മെന്റ് നടത്തിയെന്ന കങ്കണയുടെ അവകാശവാദം തെറ്റാണെന്നും അന്ന് താൻ പാരീസിലേക്ക് യാത്ര ചെയ്തിട്ടില്ലെന്ന് തന്റെ പാസ്പോർട്ട് രേഖകൾ തെളിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതേ വർഷം തന്നെ തന്റെ പേരിൽ വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് ആരോ കങ്കണയ്ക്ക് മെയിൽ അയച്ചു എന്ന് ആരോപിച്ച് ഹൃത്തിക് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന് മറുപടിയായി 2014 മെയ് 25-ന് കങ്കണയുടെ മെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നുവെന്നും അതിനുശേഷം മെയിലുകൾ യഥാർത്ഥത്തിൽ കങ്കണയ്ക്ക് ഒരു പങ്കും ഇല്ല എന്നും അഭിഭാഷകൻ വാദിക്കുകയുണ്ടായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഹൃത്തിക്കും കങ്കണയും തങ്ങളുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾ 7 വർഷത്തോളം പ്രണയബന്ധത്തിലായിരുന്നുവെന്നും അതിൽ ഹൃത്തിക് സൂസൻ ഖാനുമായി ദാമ്പത്യത്തിലായിരുന്നുവെന്ന കാലവും ഉൾപ്പെടുന്നുവെന്നും കങ്കണ അവകാശപ്പെട്ടിരുന്നു. താൻ വിവേകമില്ലാത്ത ഒരു കൗമാരക്കാരിയല്ലെന്നും അതിനാൽ മാപ്പ് പറയില്ലെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ ഹൃത്തിക് എല്ലാ ആരോപണങ്ങളും തുടർച്ചയായി നിഷേധിക്കുകയായിരുന്നു ഉണ്ടായത്. 7 വർഷം നീണ്ടു എന്ന് പറയുന്ന 2 പ്രമുഖ താരങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയബന്ധം, പക്ഷേ അതിന് ഒരു തെളിവ് പോലും അവശേഷിക്കുന്നില്ല. ഫോട്ടോകളില്ല, സാക്ഷികളില്ല, സന്ദേശങ്ങളില്ല. 2014 ജനുവരിയിൽ പാരീസിൽ നടന്നു എന്ന് പറയപ്പെടുന്ന എൻഗേജ്മെന്റിന്റെ ഒരു സെൽഫി പോലും ഇല്ല എന്നാണ് ഹൃത്തിക് പ്രതികരണത്തിൽ പറയുന്നത്. പരാതി നൽകിയതിന് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2021 ഫെബ്രുവരിയിൽ മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഹൃത്തിക് റോഷനെ മൊഴിയെടുക്കുവാൻ വേണ്ടി വിളിച്ചിരുന്നു. മുംബൈ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് യൂണിറ്റ് 2 മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് അദ്ദേഹത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെ കങ്കണ സമൂഹ മാധ്യമങ്ങളിൽ ലോകം മുന്നോട്ട് പോയെങ്കിലും എന്റെ സില്ലി എക്സ് ഇപ്പോഴും അതേ സ്ഥലത്താണ് ഉള്ളതെന്നും സമയം ഒരിക്കലും തിരികെ പോകാതെ ആ വഴിത്തിരിവിൽ തന്നെയാണ് അദ്ദേഹമെന്നും കുറിക്കുകയുണ്ടായി.